PSC ടോക്സ് ബൈ ഷീല എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീല KP. കഴിഞ്ഞ മാസമാണ് എൻക്വയറി ഓഫീസർ തസ്തികയിൽ നിന്നും PSCയിൽ നിന്ന് വിരമിച്ചത്. ഇന്നത്തെ വീഡിയോ ഒരു ഉദ്യോഗാർത്ഥി പരീക്ഷയ്ക്ക് മുമ്പ് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും കൺഫർമേഷൻ എങ്ങനെ സമയബന്ധിതമായി നൽകാമെന്നതിനെക്കുറിച്ചും കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകുന്ന സംശയങ്ങളും അവയുടെ മറുപടികളെയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്താണ് കൺഫർമേഷൻ? പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ഉദ്യോഗാർത്ഥി ആ തസ്തികയുടെ പരീക്ഷ നിശ്ചയമായും എഴുതുമെന്നുള്ള ഒരു ഉറപ്പ് നൽകലാണ് കൺഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായി PSC 20 ദിവസത്തോളമുള്ള സമയമാണ് കൺഫർമേഷന് വേണ്ടി അനുവദിക്കുന്നത്. കൺഫർമേഷൻ സമയത്ത് കൊടുക്കാത്ത ഉദ്യോഗാർത്ഥികളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ആ തസ്തികയുടെ നേരെ ഡിസ്പോസ്ഡ് എന്നാണ് എഴുതി കാണിക്കുന്നത്. അതായത് ഡിസ്പോസ്ഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് കൺഫർമേഷൻ കൊടുത്തില്ല എന്നുള്ളതാണ് അവിടെ കാണിക്കാറ്. യു ഡിഡ് നോട്ട് സബ്മിറ്റ് കൺഫർമേഷൻ വിതിൻ ടൈം എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. കൺഫർമേഷൻ സമയത്ത് കൊടുക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി എന്തുകൊണ്ടായിരിക്കും PSC കൺഫർമേഷൻ സമ്പ്രദായം നടപ്പിലാക്കിയത്? PSC വിജ്ഞാപനമനുസരിച്ച് ഒരു തസ്തികയുടെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ അയക്കുന്നത്. എന്നാൽ ഇതിൽ പകുതി പേരും പരീക്ഷ അറ്റൻഡ് ചെയ്യാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 20ഓളം ഉദ്യോഗാർത്ഥികൾ ഉള്ള ഒരു പരീക്ഷാ ഹാളിൽ 2ഓ 3ഓ ഉദ്യോഗാർത്ഥികൾ മാത്രം പ്രസൻ്റായി പരീക്ഷ നടത്തേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. അതിനാൽ പല ഉദ്യോഗാർത്ഥികൾക്ക് പല കാരണങ്ങളുണ്ടാകാം ആബ്സെൻ്റ് ആകുന്നതിന്. കാരണം ചില ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ അയച്ചതിന് ശേഷം ഉയർന്ന ജോലി ലഭിച്ചിട്ടുണ്ടാകാം, വിദേശത്ത് ജോലിക്കായി പോയിട്ടുണ്ടാകാം. അങ്ങനെ പല റീസൺ കാരണം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാതെ വരുന്നുണ്ട്. അത് കാരണം യഥാർത്ഥത്തിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെൻറ്റർ ദൂരെ ലഭിക്കുവാനും അടുത്ത ജില്ലയിൽ വരെ സെൻറ്റർ അനുവദിക്കേണ്ട സാഹചര്യവും ഉണ്ടാകാറുണ്ട്. അതിനാൽ ആവശ്യക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായി പരീക്ഷ ലിമിറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് കൺഫർമേഷൻ സമ്പ്രദായം നടപ്പിലാക്കിയത്. കൺഫർമേഷൻ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അനുസരിച്ചാണ് PSC ഓൺലൈൻ എക്സാമാണോ OMR എക്സാമാണോ നടത്തേണ്ടതെന്നും പരീക്ഷാ സെൻറ്ററുകളുടെ എണ്ണവും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എണ്ണവും മറ്റു ഒരുക്കങ്ങളും നടത്തുന്നത് കൺഫർമേഷൻ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അനുസരിച്ചാണ്. അതുകൊണ്ട് പരീക്ഷ എഴുതാൻ തയ്യാറാവുന്നവർ മാത്രം കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് സമയബന്ധിതമായി കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഒരു ഉദ്യോഗാർത്ഥി ആപ്ലിക്കേഷൻ വിജ്ഞാപനമനുസരിച്ച് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ PSCയുടെ അവരുടെ പ്രൊഫൈൽ 2 ദിവസത്തിലൊരിക്കൽ തുറന്നു നോക്കേണ്ടതാണ്. കാരണം കൺഫർമേഷൻ്റെ മെസ്സേജ് പ്രൊഫൈലിൽ വരുന്നുണ്ട്, കൂടാതെ മെസ്സേജസ് വരുന്നുണ്ട്, അഡ്മിഷൻ ടിക്കറ്റ് വരുന്നതും പ്രൊഫൈലിലൂടെയാണ്, അല്ലാതെയുള്ള മെസ്സേജസും പ്രൊഫൈലിലൂടെയാണ് വരുന്നത്. 2 ദിവസത്തിലൊരിക്കൽ തുറന്നു നോക്കിയാൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് അതുവഴി സമയത്ത് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കും. കൂടാതെ PSC ഓരോ മാസത്തെയും പരീക്ഷാ കലണ്ടർ 2 മാസം മുമ്പ് തന്നെ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ പരീക്ഷാ പ്രോഗ്രാമിൽ തന്നെ കൺഫർമേഷൻ്റെ ടൈമും നൽകാറുണ്ട്. ഇങ്ങനെ പരീക്ഷാ പ്രോഗ്രാം പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ടെക്സ്റ്റ് മെസ്സേജായി ഫോണിൽ കൺഫർമേഷനുള്ള അറിയിപ്പും നൽകാറുണ്ട്. ഈ അറിയിപ്പ് ലഭിച്ചയുടൻ കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിക്കും കൺഫർമേഷൻ മിസ്സാവാതെ കൊടുക്കാൻ സാധിക്കും. ഇനി പറയാനുള്ളത് എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കൺഫർമേഷൻ മെസ്സേജ് പ്രൊഫൈലിൽ വന്ന ഉടനെ ഉദ്യോഗാർത്ഥി ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ തുറന്ന് കൺഫർമേഷൻ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് കൺഫർമേഷൻ്റെ പേജാണ് ലഭിക്കുന്നത്. ഏതൊക്കെ തസ്തികയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാനുണ്ട് അതെല്ലാം അതിൽ കാണാം. അതിൽ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. റീജിയണൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉള്ള പരീക്ഷകൾക്കാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. റിസീവ്ഡ് എന്ന് ഗ്രീൻ കളറിൽ എഴുതി കാണിക്കുന്നത് കാണാം. ഇത്രയും സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. മൊബൈൽ ഫോണിൽ തന്നെ ഇത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും മിസ്സാവാതെ കൺഫർമേഷൻ കൊടുത്തേക്കണം. ഇനി കൺഫർമേഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ സാധാരണ ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾ പറയാം.
ഒന്നാമതായി പലരും ചോദിക്കുന്നത് എനിക്ക് ജില്ല സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചില ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുമ്പം ഒരു ജില്ലയിലായിരിക്കും, പിന്നീട് പഠനാവശ്യത്തിനോ ജോലിക്കോ മറ്റോ ആയിട്ട് മറ്റൊരു ജില്ലയിൽ താമസമാക്കിയിട്ടുണ്ടാകും. അവർക്ക് ആ ജില്ലയിൽ പരീക്ഷ എഴുതേണ്ടി വരും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ തുറന്ന് ആഡ് വ്യൂ എന്നുള്ള വിൻഡോ സെലക്ട് ചെയ്യുക. ഇതിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെലക്ട് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പൂർണ്ണമായി നൽകുക. അതിൽ റിസൈഡിങ് ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ റിസൈഡിങ് വില്ലേജ്, റിസൈഡിങ് താലൂക്ക്, ലോക്കൽ ബോഡി എന്നിവ ആഡ് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കൊടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി ഉള്ള ഡൗട്ട് എനിക്ക് റീജിയണൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. റീജിയണൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ ഇതേപോലെ നിങ്ങളുടെ പ്രൊഫൈൽ തുറന്ന് ആഡ് ഓർ വ്യൂ എന്ന വിൻഡോ എടുക്കുക. അതിനുശേഷം ലാംഗ്വേജ് നോൺ എന്ന ടാബ് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആയിരിക്കും. അതിൽ നിങ്ങൾ ഏത് ഭാഷയിലാണ് പരീക്ഷ എഴുതാൻ, അതായത് പ്രാദേശിക ഭാഷയിലുള്ള പരീക്ഷ നടത്തുന്ന ഉദ്യോഗങ്ങൾക്കാണ് പ്രാദേശിക ഭാഷ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ ചില തസ്തികകളുടെ പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാർട്ട് റീജിയണൽ ലാംഗ്വേജിലുള്ള പ്രാവീണ്യം അളക്കുന്നതായിരിക്കാം. ചിലപ്പോൾ 10 മാർക്കിനൊക്കെ ആ ക്വസ്റ്റ്യൻസ് കാണുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കും തമിഴ്, മലയാളം, കന്നഡ ഇവയിൽ ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിന് ആ റീജിയണൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് നോൺ എന്നുള്ള ലിങ്ക് എടുത്ത് നിങ്ങൾ ഏത് ലാംഗ്വേജാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലാംഗ്വേജിൽ ഉള്ള പ്രാവീണ്യം കൊടുക്കണം. അതായത് സ്പീക്ക്, റീഡ്, റൈറ്റ്, മദർ ടങ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ചെയ്തതിന് ശേഷം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നതാണ്. ഇപ്പോൾ കന്നഡയാണെങ്കിൽ സ്പീക്ക്, റീഡ്, റൈറ്റ്, മദർ ടങ് കൊടുക്കുക. മലയാളമാണെങ്കിൽ സ്പീക്ക്, റീഡ്, റൈറ്റ്, മദർ ടങ് കൊടുക്കുക. അതേപോലെ തമിഴാണെങ്കിലും സ്പീക്ക്, റീഡ്, റൈറ്റ്, മദർ ടങ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കൊടുക്കുക. ഇനി അടുത്തതായി ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകുന്ന ഡൗട്ട്, മെയിൻ പരീക്ഷയ്ക്ക്, അതായത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻസ്, ആ പരീക്ഷയ്ക്ക് ഒരു ദിവസമാണ് പരീക്ഷ നടത്തുന്നത്. ആ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള കാറ്റഗറിക്കൊക്കെ പ്രത്യേകം കൺഫർമേഷൻ കൊടുക്കണോ എന്നുള്ളതാണ്. ഓരോ തസ്തികയ്ക്കും പ്രത്യേകം കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾ ആ പരീക്ഷയുടെ ആ തസ്തികയുടെ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് ഓരോ തസ്തികയ്ക്കും പ്രത്യേകമായി കൺഫർമേഷൻ കൊടുക്കണം. കൂടാതെ എലിജിബിലിറ്റി കോമൺ പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ലിസ്റ്റിൽ, എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മെയിൻ പരീക്ഷ നടത്താറുണ്ട്. ആ മെയിൻ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കണോ എന്നുള്ളതാണ്. മെയിൻ പരീക്ഷയ്ക്ക് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള മെയിൻ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ സമ്പ്രദായം ഇല്ല. കാരണം പല ഉദ്യോഗാർത്ഥികളും മെയിൻ എക്സാമിനും കൺഫർമേഷൻ വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കാറുണ്ട്. അങ്ങനെ അവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് എടുക്കാതെ അവർക്കത് പരീക്ഷ മിസ്സായിട്ടുള്ള സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കോമൺ പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കുന്ന എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നടത്തുന്ന മെയിൻ എക്സാമിന് കൺഫർമേഷൻ സമ്പ്രദായം നിലവിലില്ല. കൂടാതെ പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട്, ഞാൻ ഒരുപാട് കാലമായി തസ്തികയാണ്, എനിക്ക് ഏജ് ഓവറായി, എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു, എനിക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റിയില്ല, ഇനി എന്തെങ്കിലും PSCക്ക് അപേക്ഷ കൊടുത്താൽ കൺഫർമേഷൻ്റെ ഡേറ്റ് നീട്ടിത്തരുമോ, കൺഫർമേഷൻ അനുവദിക്കുമോ എന്ന് ഇതുവരെ PSC ആർക്കും തന്നെ അപേക്ഷ കൊടുത്തിട്ടൊന്നും ഇതുവരെ ആർക്കും കൺഫർമേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്ന കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് PSCക്ക് വേണ്ടി പഠിക്കുന്ന PSC എഴുതുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സ്, PSC സംബന്ധമായ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.